എല്ലാവർക്കും നമസ്കാരം. മീഡിയ 3 മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിറ്റേഷനായ ഫുൾ മൂൺ മെഡിറ്റേഷനെ കുറിച്ചാണ്. സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന മെഡിറ്റേഷനേക്കാൾ ഉയർന്ന എനർജി ലഭിക്കാനും അത്ഭുതകരമായ നേട്ടങ്ങൾ പെട്ടെന്ന് കൈവരിക്കാൻ കഴിയുന്നതുമായ ഒരു ധ്യാന രീതിയാണ് ഫുൾ മൂൺ മെഡിറ്റേഷൻ അഥവാ പൗർണമി ധ്യാനം. എല്ലാ മാസങ്ങളിലും പൗർണമി ദിവസത്തെ ഓർമ്മിച്ച് അന്നേ ദിവസം ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുമെങ്കിൽ സാധാരണയുള്ള ഏകദേശം 30 ദിവസം ചെയ്യുന്ന മെഡിറ്റേഷൻ്റെ അത്രയും പവറാണ് ഒരു ഫുൾ മൂൺ മെഡിറ്റേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത്രയും ശക്തി ഈ മെഡിറ്റേഷൻ വരാനുള്ള കാരണം എന്താണെന്ന് കൂടെ മനസ്സിലാക്കാം. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഈ ധ്യാനം കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയും. ഇവിടെ മനുഷ്യനും ഭൂമിയും ചന്ദ്രനും സൂര്യനും തമ്മിൽ പരസ്പരം കണക്റ്റ് ആകുന്ന ആ സന്ദർഭത്തെ ഭംഗിയായി അറിഞ്ഞാൽ ധ്യാനത്തിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ കഴിയും. ആ ഘട്ടത്തെ വളരെ സിമ്പിളായും വിശദമായും നമുക്ക് നോക്കാം. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു, അതുപോലെ തന്നെ ഭൂമി സൂര്യനെയും ചുറ്റുന്നു. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളവയാണ്. ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് ചന്ദ്രൻ വരുന്ന സ്ഥാനത്തിനും സൂര്യപ്രകാശം ചന്ദ്രനിൽ ഏൽക്കുന്ന വ്യത്യാസത്തിനും അനുസരിച്ച് ചന്ദ്രനിൽ ന്യൂ മൂൺ, ഫസ്റ്റ് ക്വാർട്ടർ, ഫുൾ മൂൺ, ലാസ്റ്റ് ക്വാർട്ടർ എന്നീ ഷേപ്പുകൾ രൂപപ്പെടുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ലൂണാർ ഫേസസ് എന്നാണ്. മൊത്തത്തിൽ 8 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ഈ 4 എണ്ണം, അതായത് ന്യൂ മൂൺ, ഫസ്റ്റ് ക്വാർട്ടർ, ഫുൾ മൂൺ, ലാസ്റ്റ് ക്വാർട്ടർ എന്നിവ വളരെ പ്രധാനപ്പെട്ടവയാണ്. ചന്ദ്രൻ്റെ ഈ ഘട്ടങ്ങളെയാണ് ഈ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാളിന് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഫുൾ മൂൺ, അതായത് പൂർണ്ണമായും ചന്ദ്രനെ കാണുന്നതിനെയാണ് നമ്മൾ വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി എന്ന് വിളിക്കുന്നത്. ഇതുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറയാം. സൂര്യനിൽ നിന്നും 180 ഡിഗ്രി അഥവാ എതിർദിശയിൽ ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രനിൽ സൂര്യപ്രകാശമേൽക്കുന്ന ഭാഗം പൂർണ്ണമായും ഭൂമിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ഫുൾ മൂൺ എന്ന് പറയുന്നത്. ഈ ദിവസം ചന്ദ്രനിൽ നിന്നും ലഭിക്കുന്ന പ്രകാശം ഒരു ഹൈ പവർ എനർജിയായിട്ടാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. സൂര്യനിൽ നേരിട്ട് നോക്കാൻ കഴിയാത്ത നമുക്ക് ഈ രീതിയിൽ കിട്ടുന്ന എനർജിയെ അഥവാ ചന്ദ്രനിൽ നിന്നുള്ള ഊർജത്തെ പരമാവധി നമ്മുടെ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെയുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതെന്താണെന്ന് നോക്കാം. പൂർണ്ണചന്ദ്രനിൽ നിന്നും മെഡിറ്റേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന എനർജി മനുഷ്യ ശരീരത്തിലെ ചില നാഡി പോയിന്റുകളിലാണ് കൂടുതലായി ഇഫക്റ്റ് ആകുന്നത്. ആ നാഡി പോയിന്റുകൾ ഏതൊക്കെയാണെന്നും ആ നാഡി പോയിന്റിൽ ഈ എനർജി എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ആ നാഡി പോയിന്റിലേക്ക് എനർജി കൊടുത്താൽ നമുക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഊർജ ശരീരത്തിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ 72,000 നാഡികളുണ്ട് എന്ന് യോഗികളായ ആചാര്യന്മാർ പറഞ്ഞു വയ്ക്കുന്നു. ഈ യോഗികളാണ് നാഡികൾ എന്ന് പേരിട്ട് വിളിച്ചത്. നാഡികൾ എന്ന് വിളിച്ചത് ഊർജത്തിൻ്റെ അഥവാ എനർജിയുടെ ചാനലുകളെയാണ്. അതായത് നമ്മുടെ ശരീരത്തിലൂടെ എനർജി പ്രവഹിക്കുന്ന ചാനലുകളെയാണ്. ഈ 72,000 നാഡികൾ എന്നത് ശരീരത്തിൽ കാണുന്ന പ്രകടമായ ഒന്നല്ല, നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല. അതായത് നമ്മുടെ ശരീരം മുറിച്ചകത്തേക്ക് നോക്കിയാൽ നമുക്കവയെ കണ്ടെത്താനാവില്ല. എന്നാൽ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഊർജം അല്ലെങ്കിൽ പ്രാണൻ ചലിക്കുന്ന 72,000 വ്യത്യസ്ത വഴികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 72,000 നാഡികൾ 3 അടിസ്ഥാന നാഡികളിൽ നിന്നും ഉത്ഭവിക്കുന്നവയുമാണ്. നമ്മുടെ ശരീരത്തിൽ ഇടത്, വലത്, മധ്യഭാഗം എന്നീ സ്ഥാനങ്ങളിലായി കാണപ്പെടുന്ന ഈ 3 നാഡികളെ ഇട, പിംഗല, സുഷുമ്ന എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇടാനാഡി ഇടതുഭാഗത്തും പിംഗളനാഡി വലതുഭാഗത്തും സുഷുമ്ന നാഡി 2 നാഡികളുടെ മധ്യഭാഗത്തായും സ്ഥിതി ചെയ്യുന്നു. ഇനി നമ്മൾ ആ നാഡിയെക്കുറിച്ചുകൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമാണെങ്കിലും ഒന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. ഇടാനാഡി ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിംഗളനാഡി സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഇടാനാഡി
ചന്ദ്രശക്തിയെ, അതായത് മൂണിൽ നിന്നുള്ള ഊർജത്തെ പ്രതിനിധീകരിക്കുന്നു. പിംഗള നാഡി സൂര്യശക്തിയെ, അതായത് സൂര്യനിൽ നിന്നുള്ള ഊർജത്തെ പ്രതിനിധീകരിക്കുന്നു. ഇടനാഡി നട്ടെല്ലിൻ്റെ ഇടതുവശത്തുകൂടെയും പിംഗള നാഡി നട്ടെല്ലിൻ്റെ വലതുവശത്തുകൂടെയും കടന്നു പോകുന്നു. ആദ്യം നമുക്ക് ഇടനാഡിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഇടനാഡി ഇടത് നാസാരന്ധ്രവുമായി, അതായത് ഇടത് മൂക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഊർജ ചാനലാണ്, അതായത് എനർജി ചാനലാണ്. ഇടനാഡി സ്ത്രീശക്തി, തണുപ്പ്, ശാന്തത, സൃഷ്ടിപരമായ ചിന്ത, പകൽ സ്വപ്നം, വികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് രക്തസമ്മർദ്ദം, ശരീര താപനില എന്നിവ നിയന്ത്രിക്കുന്നതിനും സമ്മർദ്ദാവസ്ഥയെ ശാന്തമാക്കുന്നതിനും ഉത്കണ്ഠ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇടത് മൂക്കിലൂടെയുള്ള ശ്വസന രീതി തലച്ചോറിൻ്റെ വലത് അർദ്ധഗോളത്തിലേക്ക് രക്തത്തെ അയക്കുക എന്ന ധർമ്മവും നിറവേറ്റുന്നു. ഇടത് നാസാരന്ധ്രത്തിലൂടെ, അതായത് ഇടത് മൂക്കിലൂടെ ശ്വസിക്കുന്നത് ഇടനാഡി സജീവമാകുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനും വിശ്രമം ലഭിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. പതഞ്ജലി മഹർഷി ഇതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രാണായാമത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർക്ക് വ്യക്തമായി ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി പിംഗള നാഡിയുടെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പിംഗള നാഡി വലത് നാസാരന്ധ്രവുമായി, അതായത് വലത് മൂക്കുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഊർജ ചാനലാണ്, അതായത് എനർജി ചാനലാണ്. ഇത് പുരുഷശക്തി, ചൂട്, ചലനാത്മകത, സൂര്യൻ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വലത് നാസാരന്ധ്രത്തിലൂടെ, അതായത് വലത് മൂക്കിലൂടെ ശ്വസിക്കുന്നത് പിംഗള നാഡിയെ സജീവമാക്കുന്നതിനും രക്തചംക്രമണം, ശരീര താപനില, കോർട്ടിസോൾ അളവ്, രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പ് എന്നിവ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് യുക്തിസഹമായ ചിന്ത, തീരുമാനമെടുക്കൽ, ഭാഷാപരമായ കഴിവുകൾ, കമ്പ്യൂട്ടിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ കൂടുതൽ ഉത്തേജിതവും ആക്റ്റീവായിരിക്കുന്നതിനും ഈ വലത് നാസാരന്ധ്രത്തിലൂടെയുള്ള ശ്വസനം ഒരു മികച്ച പ്രാണായാമ പരിശീലനവുമാണ്. പ്രാണായാമത്തെക്കുറിച്ച് ഏതെങ്കിലും ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയ ശേഷം ഈ ശ്വസന രീതി പരിശീലിച്ചാൽ അത് നല്ലതാണ്. ഇനി സുഷുമ്നാ നാഡിയുടെ പ്രവർത്തനം എന്താണെന്ന് നോക്കിയ ശേഷം മെഡിറ്റേഷനിലേക്ക് വരാം. യോഗ തത്വചിന്തയെ അനുസരിച്ച് ശരീരത്തിലെ കേന്ദ്ര ഊർജ ചാലകമാണ് ഈ സുഷുമ്നാ നാഡി. ഈ നാഡിയെ സജീവമാക്കുന്നതിലൂടെ ശാന്തത കൂടുകയും മെൻ്റൽ ക്ലാരിറ്റി, അതായത് മാനസിക വ്യക്തതയും, ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതായത് വൈകാരിക സ്ഥിരതയും, ആന്തരിക സമാധാനവും, ഉയർന്ന ബോധത്തിലേക്കുള്ള വഴി തെളിയുന്നതിനും കാരണമാകുന്നു. സുഷുമ്നാ നാഡി നട്ടെല്ലിൻ്റെ കീഴ്ഭാഗത്തെ ശിരസ്സുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. ഈ നാഡിയിലൂടെയാണ് ശരീരത്തിലുടനീളം പ്രാണൻ അഥവാ ജീവശക്തി ഒഴുകുന്നത്. സുഷുമ്നാ നാഡിയെ ഉത്തേജിപ്പിക്കുന്നതിനായി വലിയ രീതിയിലുള്ള മെഡിറ്റേഷൻ പദ്ധതികൾ ആവശ്യമാണ്. കാരണം അത്രയും നേട്ടങ്ങളാണ് സുഷുമ്നാ നാഡി സജീവമാകുന്നതിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് സുഷുമ്നാ നാഡിയെ ആക്റ്റീവാക്കാൻ, അതായത് സജീവമാക്കാൻ പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ 3 നാഡികളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ പ്രധാനമായ മറ്റൊരു കാര്യത്തെ കൂടെ സൂചിപ്പിച്ചാൽ മാത്രമേ ഈ ധ്യാന രീതിയുടെ പ്രവർത്തനം പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഇട, പിംഗള, സുഷുമ്ന എന്നീ നാഡികൾക്ക് പുറമെ നമ്മുടെ ശരീരത്തിൽ പ്രധാന നാഡികൾ ഒരുമിച്ച് ചേരുന്ന 7 പോയിന്റുകൾ കൂടെയുണ്ട്, അതായത് 7 സ്പോട്ടുകളുണ്ട്. ഇതിനെ ആത്മീയതയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ചക്രാസ് എന്ന് പറയും. ഇതിലെ ഓരോ പോയിന്റും നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ചക്ര എന്ന് കേൾക്കുമ്പോൾ അവിടെ ചക്രം പോലെ ഒരു സാധനമുണ്ട് എന്നല്ല ചിന്തിക്കേണ്ടത്. അത് വിവിധ നാഡികൾ ഒത്തുചേരുന്ന ഓരോ പോയിന്റുകളാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ ക്രൗൺ ചക്ര, തേർഡ് ഐ ചക്ര, ത്രോട്ട് ചക്ര, ഹെർട്ട് ചക്ര, സോളാർ പ്ലെക്സസ് ചക്ര, സാക്രൽ ചക്ര, റൂട്ട് ചക്ര എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മലയാളത്തിൽ കൃത്യമായി മനസ്സിലാക്കുന്നതിനായി സഹസ്രാരം, ആജ്ഞ, വിശുദ്ധി, അനാഘതം, മണിപൂരകം, സ്വാധിഷ്ഠാനം, മൂലാധാരം എന്നിങ്ങനെ നാഡികൾ സംഗമിക്കുന്ന 7 പോയിന്റുകളായി അറിയപ്പെടുന്നു. ഇത് ശരീരത്തിൽ തലയുടെ ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ നിന്നും ആരംഭിക്കുന്നു. അതാണ് സഹസ്രാരം എന്ന് പറയുന്നത്. ഇതിൽ 4ാമത്തെ പോയിന്റായ അനാഘത എന്ന പോയിന്റിലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അനുകമ്പ, ക്ഷമ, സ്നേഹം,
ബന്ധിപ്പിക്കൽ, കൊടുക്കൽ, സ്വീകരിക്കൽ, സമാധാനം, വിശ്വാസം, സെൽഫ് ലവ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കേന്ദ്രമായി അറിയപ്പെടുന്നത്. ഈ പറഞ്ഞതൊക്കെ നേടിയെടുക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനായി അനാഘത എന്ന പോയിന്റിനെയാണ് ആക്റ്റീവ് ആക്കേണ്ടത്. അതായത് നല്ല പ്രവർത്തനക്ഷമതയോടെ ഊർജ്ജസ്വലമാക്കി മാറ്റേണ്ടത്. അനാഘത എന്ന നാഡീ പോയിന്റ് വരുന്നത് നമ്മുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ടാണ്. ഈ പോയിന്റിൽ എനർജി നൽകിയാണ് നമ്മുടെ ആഗ്രഹങ്ങളെ ലോ ഓഫ് അട്രാക്ഷൻ്റെ സഹായത്താൽ നേടിയെടുക്കുന്നത്. അതിനായിട്ടാണ് പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ, മെഡിറ്റേഷൻ, അഫർമേഷൻ, സ്വിച്ച് വേർഡ് ചാൻറ്റിങ് എന്നിവ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ അനാഘത എന്ന നാഡീ പോയിന്റും ഫുൾ മൂൺ എനർജിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. സാധാരണ രീതിയിൽ മറ്റുള്ള ദിവസങ്ങളിൽ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഈ അനാഘത എന്ന പോയിന്റിലേക്ക് എനർജി നൽകി ആ നാഡീ പോയിന്റിനെ ആക്റ്റീവ് ആക്കാൻ സാധിക്കും. എന്നാൽ അങ്ങനെ നമ്മൾ ആക്റ്റീവ് ആക്കുന്നതിനേക്കാൾ കൂടുതൽ എനർജി അഥവാ ഊർജം ലഭിക്കുന്നത് പൗർണമി ദിവസത്തിൽ വരുന്ന, അതായത് ഫുൾ മൂൺ ദിവസം ലഭിക്കുന്ന എനർജിയിലൂടെയാണ്. അതുകൊണ്ടാണ് ഫുൾ മൂൺ ദിവസം മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കുമെന്ന് പറയുന്നത്. അത്രമേൽ ശക്തിയുള്ള എനർജി ഫ്ലോയാണ് അപ്പോൾ വരുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് തുടക്കത്തിൽ ചന്ദ്രനിൽ വരുന്ന മാറ്റത്തിലൂടെ സൂചിപ്പിച്ചത്. ഇനി ഫുൾ മൂൺ മെഡിറ്റേഷൻ അഥവാ പൗർണമി ധ്യാനം എങ്ങനെ ചെയ്യാമെന്ന് കൂടെ നോക്കാം. മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക. മറ്റാരുടെയും ശല്യമില്ലാത്ത തുറസായ ഒരു സ്ഥലം മെഡിറ്റേഷനായി തിരഞ്ഞെടുക്കുക. അവിടെ ഇരുന്ന് ചന്ദ്രനെ നോക്കിയാൽ പൂർണ്ണമായും കാണാൻ സാധിക്കണം. മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ബേസിക് മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണമെന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കാവുന്നതാണ്. അതിലും മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. വളരെ കംഫർട്ടായി, റിലാക്സായി, മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിൽ വരാതെ ഇരുന്ന ശേഷം ഫുൾ മൂണിലേക്ക് നോക്കി യൂണിവേഴ്സിന് നന്ദി എന്ന് 3 പ്രാവശ്യം പറയുക. അതിനുശേഷം ശ്വസനക്രിയ ചെയ്യുക. അതായത് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുക. ശ്വാസം എടുക്കുന്നത് 4 സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക. അതേപോലെ 4 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക. 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഇത്രയും സമയം കൊടുക്കുക. അപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ഇത്രയും സമയം കൊണ്ടായിരിക്കണം ഉള്ളിലേക്ക് എടുക്കേണ്ടത്. അതുപോലെ തന്നെ പുറത്തേക്ക് വിടുന്നതും. എന്ന് പറഞ്ഞാൽ ശ്വസനക്രിയ വളരെ സാവകാശം ചെയ്യുക. അത് ചെയ്യേണ്ടത് കൈയുടെ പെരുവിരൽ കൊണ്ട് വലത് മൂക്ക് അടച്ചു പിടിക്കുക. എന്നിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ചൂണ്ടുവിരൽ കൊണ്ട് ഇടത് മൂക്ക് അടച്ചു പിടിക്കുക. എന്നിട്ട് വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതേ രീതിയിൽ 3 പ്രാവശ്യം ചെയ്യുക. ഇത് ശ്വസനക്രമത്തിൻ്റെ 1ാം ഘട്ടമായി ചെയ്യേണ്ടതാണ്. അതിനുശേഷം നന്നായി പ്രകാശിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനിലേക്ക് നോക്കുക. 5 മിനിറ്റ് അങ്ങനെ തന്നെ നോക്കിയിരിക്കുക. മനസ്സേകാഗ്രമാക്കി എല്ലാ ശ്രദ്ധയും ചന്ദ്രബിംബത്തിലേക്ക് കൊണ്ടുവരിക. ആ സമയം നിങ്ങൾക്ക് ചന്ദ്രബിംബത്തിനുള്ളിൽ പല കാഴ്ചകളും കാണാൻ സാധിക്കും. അതൊക്കെ നിരീക്ഷിച്ച് 5 മിനിറ്റ് ഇരുന്ന ശേഷം ഏതെങ്കിലും ആഗ്രഹങ്ങൾ നേടാനുള്ളവരാണെങ്കിൽ ആ ആഗ്രഹത്തെക്കുറിച്ച് വളരെ വിശദമായി മനസ്സിൽ ചിന്തിക്കുക. ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും, അതേ സന്തോഷം ഈ സമയം മനസ്സിലേക്ക് കൊണ്ടുവരിക. പൂർണ്ണമായും സന്തോഷം അവിടെ അനുഭവിക്കുക. അത് എത്ര സമയം എന്നുള്ളതല്ല, നിങ്ങളുടെ മനസ്സിലെ കാര്യത്തെ പൂർണ്ണമായും ഒരു സിനിമ പോലെ മനസ്സിൽ കാണാനെടുക്കുന്ന അത്രയും സമയം ഇരിക്കുക. നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് മനസ്സ് ഫ്രീ ആയി ഇരിക്കുക. അങ്ങനെ പൂർണ്ണമായും നിങ്ങളുടെ നേടിയെടുക്കാനുള്ള ആഗ്രഹത്തെ മനസ്സിൽ വിഷ്വൽ ചെയ്തതിനു ശേഷം കണ്ണുകളടച്ച് പൂർണ്ണചന്ദ്രൻ്റെ നിലാവാകുന്ന എനർജി ശക്തമായി നമ്മിലേക്ക് വരുന്നതായി സങ്കല്പിക്കുക. ആ എനർജിയിൽ നമ്മുടെ ശരീരം പൂർണ്ണമായും പ്രകാശിക്കുന്നതായി നന്നായി ഫീൽ ചെയ്യുക. നമ്മുടെ ശരീരത്തിലും നമുക്ക് ചുറ്റും ആ പ്രകാശം പൂർണ്ണമായും പരന്ന് മറ്റുള്ളവരിലേക്കും സമൂഹത്തിലേക്കും പോകുന്നതായും സങ്കല്പിക്കുക. അത് നിർബന്ധമാണ്. ഈ എനർജി നമുക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവരിലേക്കും ലഭിക്കണം എന്ന ചിന്ത വരുമ്പോഴാണ് നമ്മുടെ ആഗ്രഹം കൂടുതൽ ഫലപ്രാപ്തിയിലെത്തുന്നത്. ഇതൊരു 5 മിനിറ്റ് ചെയ്യുക. ഈ ഒരു അവസ്ഥ നന്നായി ഫീൽ ചെയ്താണ് ചെയ്യേണ്ടത്. അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഫുൾ മൂണിലേക്ക് നോക്കി യൂണിവേഴ്സിന് നന്ദി എന്ന് 3 പ്രാവശ്യം പറയുക. അതിനുശേഷം മെഡിറ്റേഷൻ അവസാനിപ്പിക്കാവുന്നതാണ്. മെഡിറ്റേഷൻ കഴിഞ്ഞ്
പെട്ടെന്ന് ചാടി എണീക്കരുത്. വളരെ സാവകാശം നന്നായി റിലാക്സ് ചെയ്ത ശേഷം എണീക്കുക. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആനന്ദം അപ്പോൾ അനുഭവിക്കാൻ സാധിക്കും. വളരെ പവർഫുള്ളായിട്ടുള്ള മെഡിറ്റേഷനാണ്. പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യേണ്ടതുമാണ്. ഈ മെഡിറ്റേഷനിലൂടെ അനാഗത എന്ന പോയിന്റ് കൂടുതൽ പ്രകാശിക്കാൻ ആരംഭിക്കുന്നു. എപ്പോഴെല്ലാം ഒരു ഫുൾ മൂൺ സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം അനാഗത എന്ന നാഡി പോയിന്റ് കൂടുതൽ പ്രകാശിതമായിരിക്കും. ആയതിനാൽ എല്ലാ മാസവും ഫുൾ മൂൺ ദിവസത്തിൽ ഈ മെഡിറ്റേഷൻ മുടക്കം വരാതെ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെതായ പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ സംഭവിച്ചിരിക്കും. മെഡിറ്റേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പ്രത്യേകം ഓർമ്മിക്കേണ്ടത് എല്ലാ മാസവുമുള്ള പൗർണമി ദിവസത്തെ, അതായത് ഫുൾ മൂൺ ദിവസത്തെ ഓർമ്മിച്ച് കൃത്യമായി ആ ദിവസം അടയാളപ്പെടുത്തി വയ്ക്കുക. വളരെ ശ്രദ്ധയോടെ മെഡിറ്റേഷനും ചെയ്യുക. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. മീഡിയ3 മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.